ബീഹാറിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്കിടെ 130 എംഎൽഎമാർക്കൊപ്പം നിതീഷ് കുമാർ ഇന്ന് രാഷ്ട്രപതിയെ കാണും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ എസ്.പി, ആർ.ജെ.ഡി നേതാക്കൾ പങ്കെടുക്കും. ഗവർണർ കേസരിനാഥ് ത്രിപാഠിയും ചർച്ചകൾക്കായി ദില്ലിയിൽ തുടരുകയാണ്. 130 എംഎൽഎമാർക്കൊപ്പം ശക്തിപ്രകടനം നടത്തിയിട്ടും ഗവർണർ കേസരിനാഥ് ത്രിപാഠി നിതീഷ് കുമാറിനെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചിരുന്നില്ല. ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധം അറിയിക്കാനാണ് ഇത്രയും എംഎൽഎമാരുമായി നിതീഷ് രാഷ്ട്രപതിയെ കാണാനെത്തിയത്. ഇന്നലെ രാത്രി 2 വിമാനങ്ങളിലായി ദില്ലിയിലെത്തിച്ച എംഎൽഎമാരെ ഗ്രേറ്റർ നോയിഡയിലെ ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. എംഎൽഎമാരെ രാഷ്ട്രപതിക്ക് മുന്നിൽ അണിനിരത്താനാണ് നീക്കമെങ്കിലും 12 അംഗ പ്രതിനിധി സംഘത്തിന് മാത്രമേ കൂടിക്കാഴ്ചയ്ക്ക് അനുമതിയുള്ളൂ. നിതീഷിനൊപ്പം ജെഡിയു അധ്യക്ഷൻ ശരത് യാദവ്, സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ്, ആർ.ജെ.ഡി നേതാവ് ലാലു പ്രസാദ് യാദവ് എന്നിവരും പ്രതിനിധി സംഘത്തിലുണ്ടാകും. ഉടൻ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇടപെടണമെന്നും ഭൂരിപക്ഷം തെളിയിക്കാൻ തയ്യാറാണെന്നും നിവേദനത്തിൽ നേതാക്കൾ വ്യക്തമാക്കും. राज्यपाल महोदय के उचित समय पर कोई कार्रवाई न होने की वजह से व्यथित होकर के हम लोगों ने ये कदम उठाया है. शाम 7 बजे 130 विधायकों के साथ हम महामहिम के सामने परेड करेंगे. 99 ജെഡിയു എംഎൽഎമാർക്ക് പുറമെ ആർ.ജെ.ഡി, കോൺഗ്രസ്, CPI എംഎൽഎമാരുടെ പിന്തുണ നിതീഷിനുണ്ട്. ഭൂരിപക്ഷം തെളിയിക്കാൻ 20-ാം തീയതി വരെ സാവകാശം നൽകണമെന്ന് ജിതിൻ റാം മഞ്ചി ഗവർണറോട് ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ സമയം നൽകിയാൽ കുതിരക്കച്ചവടത്തിന് സാധ്യതയുണ്ടെന്നാണ് ആർ.ജെ.ഡി നേതാക്കളുടെ ആശങ്ക. അതിനിടെ നിതീഷിന് പിന്തുണ നൽകുന്നത് സംബന്ധിച്ച് ജെഡിയുവിലും ആർ.ജെ.ഡിയിലും ഭിന്നത ഉടലെടുത്തിട്ടുണ്ട്. ജെഡിയുവിലെ 44-ഉം ആർ.ജെ.ഡിയിലെ 12 എംഎൽഎമാരുടെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നാണ് മഞ്ചി വിഭാഗത്തിന്റെ അവകാശവാദം. റിപ്പോർട്ടർ, ദില്ലി.